ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഞാൻ ഭയങ്കര പ്രതീക്ഷയിൽ ഉണ്ടാക്കിയ ഒരു പുഡിങ്ങിൻ്റെ റെസിപ്പി ഫെയിലായ കഥയായിട്ടാണ്. ആക്ച്വലി ഞാൻ അത് പുഡിങ് നല്ല സക്സസ് ആവും എന്നുള്ള പ്രതീക്ഷയിൽ ആണ് ഉണ്ടാക്കിയത്. അതുകൊണ്ട് അത് ഫെയിലായ ശേഷമുള്ള വീഡിയോസൊന്നും ഞാൻ എടുത്തിട്ടില്ല. അപ്പോൾ ഞാനിവിടെ ട്രൈ ചെയ്തത് ഡാൽഗോണ പുഡിങ്ങാണ്. അപ്പോൾ ഞാനതിൻ്റെ മുന്നേ ഡാൽഗോണ കോഫി ട്രൈ ചെയ്തിട്ടില്ല. അപ്പോൾ എനിക്കത് അറിയില്ലായിരുന്നു അതിനൊരു കയ്പ്പുണ്ടാവും എന്നുള്ളത്. അപ്പോൾ ഈ കയ്പ്പുള്ള കോഫി ഇവിടെ ആർക്കും വലിയ ഇഷ്ടമല്ല. അപ്പം ഞാൻ ചെറിയൊരു കയ്പ്പുണ്ടാവും എന്നുള്ള പ്രതീക്ഷ ഉണ്ടായിരുന്നു. പക്ഷേ ഇത്രത്തോളം കയ്പ്പായിരിക്കും എന്നുള്ളത് അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ഞാൻ കരുതി അടിയത്തെ ലെയർ നല്ല ടേസ്റ്റുള്ള പുഡിങ്ങാണല്ലോ, അത് ഞാൻ എപ്പോഴും ഉണ്ടാക്കാറുണ്ട്. അപ്പോൾ അത് നല്ലതല്ലേ, അപ്പോൾ നല്ല മധുരമൊക്കെ ഉള്ളതല്ലേ, അപ്പോൾ അങ്ങനെ അങ്ങ് അഡ്ജസ്റ്റായി പോയിക്കോളും എന്നുള്ള ഒരു പ്രതീക്ഷയിലാണ് ഉണ്ടാക്കിയത്. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ റെസിപ്പി കാണിക്കുന്നത് ആ ഒരു ഒറ്റ ലെയറിൻ്റെ റെസിപ്പിയാണ്. മിൽക്ക് പുഡിങ്ങിൻ്റെ റെസിപ്പി മാത്രമാണ് കാണിക്കുന്നുള്ളൂ. അപ്പോൾ എനിക്ക് തോന്നുന്നു വിപ്പിംഗ് ക്രീമൊക്കെ യൂസ് ചെയ്താൽ ചിലപ്പം കയ്പ്പിനൊരു ചെറിയ കുറവുണ്ടാവുന്നതാണ്. അപ്പോൾ മിൽക്ക് പുഡിങ്ങിന് വേണ്ടിയിട്ട് ഇത്രയും സാധനങ്ങൾ നമുക്ക് വേണം. ഇപ്പോൾ ചൈന ഗ്രാസിന് പകരം വേണമെങ്കിൽ ജെലറ്റിനും ഉപയോഗിക്കാം. അപ്പോൾ ആദ്യം തന്നെ ചൈന ഗ്രാസ് ഒന്ന് കുതിർത്ത് വെക്കണം. അതിനൊരു 10 ഗ്രാം, ഇതിലിപ്പം 10 ഗ്രാം ഞാൻ എടുത്തിട്ടില്ല, അതിന് ശേഷം ഞാൻ ആഡ് ചെയ്ത് കൊടുത്തതാണ്. 10 ഗ്രാം ചൈന ഗ്രാസ് ഒന്ന് കുതിർത്ത് വെക്കുക, കുറച്ച് വെള്ളം ഒഴിച്ചിട്ട്. എന്നിട്ട് അതവിടെ മാറ്റി വെക്കുക. പിന്നെ പാലൊന്ന് തിളപ്പിച്ചെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 2 കപ്പ് പാലാണ് എടുത്തിട്ടുള്ളത്. ഇനി അതിലേക്ക് ഒരു 1/4 കപ്പ് വെള്ളം കൂടെ ചേർക്കാം. 1/2 ടിൻ കണ്ടൻസ്ഡ് മിൽക്ക്, 2 ടേബിൾ സ്പൂൺ പഞ്ചസാര. പഞ്ചസാരൻ്റെ അളവ് കൂട്ടും കുറയ്ക്കുകയൊക്കെ ചെയ്യാം. അത് എല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. എല്ലാം നന്നായി മിക്സ് ചെയ്തെടുത്ത ശേഷം ഫ്ലെയിം ഓൺ ചെയ്തിട്ട് ഒന്ന് തിളപ്പിച്ചെടുക്കാം. അപ്പോൾ പാല് ഒന്ന് തിളച്ച് തുടങ്ങുമ്പോൾ, അതായത് സൈഡിൽ നിന്നൊക്കെ തിള വന്ന് തുടങ്ങുമ്പം നമ്മൾ സോക്ക് ചെയ്ത് വെച്ചിട്ടുള്ള ചൈന ഗ്രാസ് ഒന്ന് തിളപ്പിച്ചെടുക്കുക. അപ്പോൾ ചൈന ഗ്രാസും അതുപോലെ തന്നെ പാലും സെയിം ടെമ്പറേച്ചർ ആയിരിക്കണം ചേർക്കുമ്പോൾ, അല്ലെങ്കിൽ പാല് പിരിഞ്ഞു പോകും. ചൈന ഗ്രാസ് മിക്സ് നന്നായിട്ട് തിളച്ച് കഴിഞ്ഞാൽ അത് തിളച്ചുകൊണ്ടിരിക്കുന്ന പാലിലേക്ക് ഒഴിച്ചിട്ട് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ സെയിം ടെമ്പറേച്ചർ ആയിരിക്കാൻ ശ്രദ്ധിക്കുക. ജെലറ്റിനാണെങ്കിൽ ഈ ഒരു പ്രശ്നമില്ല. ജെലറ്റിനൊന്ന് സോക്ക് ചെയ്ത ശേഷം പാലിലേക്ക് മിക്സ് ചെയ്ത് കൊടുത്താൽ മതി. നന്നായി തിളച്ച ശേഷം അത് ഓഫ് ചെയ്തിട്ട് നമുക്ക് ഇതൊരു വേറെ പാത്രത്തിലേക്ക് ഒഴിച്ച് വെക്കാം. ഒരു പുഡിംഗ് ട്രേയിലേക്ക് ഒഴിച്ചിട്ട് ഒന്ന് തണുപ്പിച്ചെടുക്കുക. അപ്പം ചൈന ഗ്രാസ് ഉപയോഗിക്കുന്നതെന്നുണ്ടെങ്കിൽ ഫ്രിഡ്ജിൽ വെച്ച് സെറ്റ് ചെയ്യണമെന്നൊന്നുമില്ല, തണുക്കുമ്പോൾ തന്നെ അത് സെറ്റായിട്ട് കിട്ടും. ജെലറ്റിനാണെങ്കിൽ ഫ്രിഡ്ജിൽ എന്തായാലും വെക്കണം, ഫ്രിഡ്ജിൽ വെച്ചാലേ സെറ്റായി കിട്ടുള്ളൂ. അതെല്ലാം ഒഴിച്ച് വെച്ച് അതൊന്ന് സെറ്റാവാൻ വെച്ചു. അപ്പോൾ ഞാൻ ഫ്രിഡ്ജിലൊന്നും വെച്ചിട്ടില്ല, അല്ലാതെ തന്നെ എനിക്ക് സെറ്റായി കിട്ടിയിട്ടുണ്ടായിരുന്നു. ഇനിയാണ് നമ്മുടെ ഡാൽഗോണൻ്റെ ആ ഒരു കോഫി മിക്സ്ചർ ഒഴിച്ചത്. അപ്പോൾ ഞാനതിൻ്റെ റെസിപ്പിയൊന്നും ഞാൻ പറയുന്നില്ല, ജസ്റ്റ് കാണിക്കുന്നേ ഉള്ളൂ. ഇതെല്ലാം ചെയ്ത് കഴിഞ്ഞ് ഞാൻ ഫ്രിഡ്ജിലൊക്കെ വെച്ച് സെറ്റാക്കി. പിന്നെ അതെടുത്ത് കഴിച്ചപ്പോഴാണ് അതിൻ്റെ ഒരു കയ്പ്പ് മനസ്സിലായത്. തീരെ കഴിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ പിന്നെ ഞാൻ ആ മുകളിലുള്ള ലെയർ ഒഴിവാക്കിയിട്ട് ഒരു പ്ലേറ്റിലേക്ക് മാറ്റി കൊടുത്തതാണത്. അങ്ങനെ അതാണ് പിന്നെ കഴിച്ചത്. അത് നല്ലതായിരുന്നു. അപ്പോൾ മിൽക്ക് പുഡിംഗ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഇത് ഞാൻ എപ്പോഴും ഉണ്ടാക്കുന്നതാണ്, നല്ല ടേസ്റ്റ് ഉള്ളതാണ്. അപ്പോൾ ഇൻഷാ അല്ലാഹ് അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും ബൈ.